ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള PSCയുടെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ ടോപ്പിക്സ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിന്ന് വരുന്ന മൊഡ്യൂളിൽ നിന്ന് വരുന്ന കിർച്ചോഫ് ലോയിൻ്റെ രണ്ട് കിർച്ചോഫ് ലോസ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിലുള്ള ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് I എന്ന് പറയുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ട് കണ്ടോ, ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയണം. അതിൻ്റെ വാല്യൂ അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ ഇവിടെ കാണാം. ആ ബ്രാഞ്ചുകളിൽ കൂടെ ഒക്കെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട്. I മാത്രം തന്നിട്ടില്ല. I ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? കറണ്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുക എന്ത് റൂളാണ് നമ്മൾ എടുക്കുക? കിർച്ചോഫ് കറണ്ട് ലോ. കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? കിർച്ചോഫ് കറണ്ട് ലോ നോഡിലാണ് അപ്ലൈ ചെയ്യുക. നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നോഡ്. അപ്പോൾ ആ നോഡിൽ ഉള്ള കറൻസിന്റെ ഓൾജിബ്രായിക് സം ഈക്വൽ ടു 0. അതാണ് കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ സം ഓഫ് എൻട്രിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ലീവിങ് കറണ്ട്. അതും കിർച്ചോഫ് കറണ്ട് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് I കണ്ടുപിടിക്കണം. I എന്ന് പറയുന്നത് എത്തുന്ന നോഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ നോഡിൽ വരുന്ന ബാക്കി ബ്രാഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഇത്, ഒരു ബ്രാഞ്ച് ഇത്, ഒരു ബ്രാഞ്ച് ഇത്. എല്ലാ ബ്രാഞ്ചുകളുടെയും കറൻസ് അറിയാമെങ്കിൽ മാത്രമേ അൺനോൺ ആയിട്ടുള്ള മറ്റൊരു ബ്രാഞ്ചിലെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് നമുക്കറിയാം, പക്ഷേ ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ നോഡിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? Iൻ്റെ വാല്യൂ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നോഡ് നോക്കാം. ഇതും I പോകുന്നൊരു നോഡാണ്, പക്ഷേ ഈ നോഡിലുള്ള ഒരൊറ്റ കറണ്ടിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ ആ നോഡിലുള്ള വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോഡ് തന്നെ അപ്ലൈ ചെയ്യാം. ഈ നോഡിൽ ഫസ്റ്റ് ഇതിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൽ കൂടെ പോകുന്ന ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ നോഡ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ നോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാഞ്ച്, 2 ബ്രാഞ്ച്, 3 ബ്രാഞ്ച്, ഇതിൽ കൂടെയുള്ള കറണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് തന്നിട്ടില്ല, ഇത് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ഈ ബ്രാഞ്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോഡാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയി അവസാനം നമ്മൾ ഈ നോഡിലെത്തും. ഈ നോഡ് മാത്രമാണ് നമുക്ക് ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുന്ന നോഡ്. കാരണം എന്താ? ഈ നോഡിൽ 3 ബ്രാഞ്ചുകളാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് അറിയാം, ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് അറിയാം. അപ്പോൾ ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് കിട്ടും. അപ്പോൾ ഈ ബ്രാഞ്ച് കിട്ടി, ഈ ബ്രാഞ്ച് കിട്ടി, അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഞ്ച് കിട്ടും. ഈ ബ്രാഞ്ച് കിട്ടി, ഈ ബ്രാഞ്ച് അറിയാം, അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഞ്ച് കിട്ടും. ഈ ബ്രാഞ്ച് കിട്ടി, ഈ ബ്രാഞ്ച് അറിയാം, അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഞ്ച് അറിയാം. ഇങ്ങനെ വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ KCLന്റെ ഒരു ഘോഷയാത്ര തന്നെ നമ്മൾ നടത്തിയാൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. എല്ലാം മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. KCL നന്നായിട്ട് എക്സ്പേർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് നോക്കിക്കൊണ്ട് ആൻസർ വിളിച്ചു പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അത്ര എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ മെത്തേഡിൽ, കൺവെൻഷണൽ മെത്തേഡിൽ KCL അപ്ലൈ ചെയ്തിട്ട് വരാം. സോ ദിസ് ഈസ് ഫസ്റ്റ് നോഡ്, ദിസ് ഈസ് സെക്കൻഡ് നോഡ്, ദിസ് ഈസ് തേർഡ് നോഡ്, ദിസ് ഈസ് ഫോർത്ത് നോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡിൽ KCL അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. ഫസ്റ്റ് നോഡിൽ വരുന്ന കറണ്ട്സ് ഏതൊക്കെയാ? 1 ആംപിയർ ഉണ്ട്, 2 ആംപിയർ ഉണ്ട്. ഈ ബ്രാഞ്ചിലെ കറണ്ട് അറിയില്ല. ഓക്കെ, അറിയാത്ത കറണ്ടിനെ നമുക്ക് തൽക്കാലം, അറിയാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക? X എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഈ ബ്രാഞ്ചിലെ കറണ്ടിനെ നമുക്ക് IX എന്ന് വിളിക്കാം. ഈ IXന്റെ ഡയറക്ഷൻ നമുക്ക് അറിയോ? അറിയില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യണം? IXന് ഇഷ്ടമുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കണം. ആ ഡയറക്ഷൻ തെറ്റാണെങ്കിൽ, നമ്മൾ കൊടുത്ത ഡയറക്ഷൻ തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? നെഗറ്റീവ് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങനെയല്ല. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് KCLനെ പറ്റി ഏകദേശം ഒരു ധാരണയുണ്ട്, അല്ലേ? എന്താ? സം ഓഫ് എൻട്രിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ലീവിങ് കറണ്ട്. ഈ ഒരു നോഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ആംപിയർ കറണ്ട് ഈ നോഡിലേക്ക് വരുന്നുണ്ട്. 1 ആംപിയർ കറണ്ട് ഈ നോഡിലൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സം ഓഫ് എൻട്രിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ലീവിങ് കറണ്ട്. 2 ആംപിയർ കറണ്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, 1 ആംപിയർ കറണ്ട് ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ആംപിയർ കറണ്ടും കൂടെ ലീവ് ചെയ്യണ്ടേ? എന്നാലല്ലേ സം ഓഫ് എൻട്രിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ലീവിങ് കറണ്ട് ആവുള്ളൂ. അപ്പോൾ 1 ആംപിയർ കറണ്ട് ഇതിൽ കൂടെ ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ലീവിങ് കറണ്ട് ആയല്ലേ പറ്റൂ. ഈ ലീവിങ് കറണ്ടിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആംപിയർ.
അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ix ആയിട്ട് കൊടുക്കാം, ഈ ഡയറക്ഷൻ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ നോഡിൽ KCL എക്സ്പ്രഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 3 കറണ്ട്സ് ആണുള്ളത്. 1 ആംപിയർ ലീവിങ് കറണ്ടിന് നമ്മൾ എന്തായിട്ട് കൊടുക്കും? -1. 2 ആംപിയർ എൻട്രിങ് കറണ്ടിന് എന്തായിട്ട് കൊടുക്കും? +2. ix എന്ന് പറയുന്നത് ലീവിങ് കറണ്ട് എന്തായിട്ട് കൊടുക്കും? -ix is equal to 0, which implies -1 + 2 എത്രയാ? +1. ix അപ്പുറം പോകുന്ന സമയത്ത് ix is equal to 1 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ കണ്ടോ, കറക്റ്റ് ആണ് നമ്മൾ കൊടുത്ത പൊളാരിറ്റി. ix എന്ന് പറയുന്ന പൊളാരിറ്റി കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് കറണ്ട് കിട്ടിയത്. അപ്പോൾ ഈ കറണ്ട് നമുക്ക് എന്ത് കിട്ടി? 1 ആംപിയർ എന്ന് കിട്ടി. ഇനി സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ കൺഫ്യൂഷൻ ഉണ്ടാവാം. എൻട്രിങ് ഏതാ ലീവിങ് ഏതാന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഒരു കാര്യം ചിന്തിക്കണ്ട, ജസ്റ്റ് കറണ്ട് അസ്യൂം ചെയ്യുക. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് IY ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഡയറക്ഷൻ ഇത് പ്രകാരമാണെന്ന് അസ്യൂം ചെയ്യുക. സെക്കൻഡ് നോഡ് എടുക്കുക, KCL അപ്ലൈ ചെയ്യുക. പറഞ്ഞേ എന്തൊക്കെയാ കറണ്ട്സ്? 1 ആംപിയർ എൻറ്റർ ചെയ്യുന്നുണ്ട്. എൻട്രിങ് കറണ്ടിന് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? +. 3 ആംപിയർ ലീവ് ചെയ്യുന്നുണ്ട്. ലീവിങ് കറണ്ടിന് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? -3. സിമിലർലി IY എന്ന് പറയുന്ന കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. ലീവിങ് കറണ്ടിന് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? -. സോ ദിസ് ഈസ് ദ KCL അറ്റ് സെക്കൻഡ് നോഡ്. നോക്കിയേ, ഇതിൻ്റെ അകത്ത് IYന്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ. സോ IY ഈസ് ഈക്വൽ ടു എന്താ വരിക? IY അപ്പുറം പോകുന്ന സമയത്ത് 1 - 3. 1 - 3 എത്രയാ? -2. സോ IY ഈസ് ഈക്വൽ ടു -2 ആംപിയർ. അപ്പോൾ IYന്റെ ഡയറക്ഷൻ നമ്മൾ കൊടുത്തതിൽ എന്തുണ്ട്? തെറ്റുണ്ട്. അതുകൊണ്ടാണ് -2 കിട്ടിയത്. അപ്പോൾ ശരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാ? ഇങ്ങോട്ടേക്കാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 2 ആംപിയർ. അപ്പോൾ ഒന്ന് നോക്കിയേ, 2 ആംപിയർ ഈ നോഡിലേക്ക് വരുന്നു, 1 ആംപിയർ ഈ നോഡിലേക്ക് വരുന്നു. സം ഓഫ് എൻട്രിങ് കറണ്ട് എത്രയായി? 3 ആംപിയർ. 3 ആംപിയർ ഈ നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. ലീവിങ് 3. സം ഓഫ് എൻട്രിങ് ഈക്വൽ സം ഓഫ് ലീവിങ്. സംഭവം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് നോഡ് സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് 2 ആംപിയർ കറണ്ട് കിട്ടി. ദിസ് ഈസ് ദ റൈറ്റ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോഡ് 3ലേക്ക് പോവാം. സോ കൺസിഡറിങ് നോഡ് 3. നോഡ് 3ൽ ഏതൊക്കെ കറണ്ട് ഉണ്ട് നോക്കിയേ. 2 ആംപിയർ ഉണ്ട്. 2 ആംപിയർ നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചു. എന്ത് കറണ്ടാ? ലീവിങ് കറണ്ടാണ്. സോ കൺസിഡർ ഇറ്റ് ആസ് -2. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 4 ആംപിയർ. 4 ആംപിയർ എന്ത് കറണ്ടാ? 4 ആംപിയർ ലീവിങ് കറണ്ടാണ്. സോ കൺസിഡർ ഇറ്റ് ആസ് -4. ഇനി ഉള്ള കറണ്ട് എന്താ? ഇനിയുള്ള കറണ്ട് ഈ ബ്രാഞ്ചിലുള്ള കറണ്ടാണ്. അത് നമ്മൾ അസ്യൂം ചെയ്യണം അല്ലേ? എങ്ങനെ അസ്യൂം ചെയ്യാം? റൈറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. കാരണം എന്താ? ഈ 2 കറണ്ടും ലീവിങ് ആണ്. 2ഉം ലീവിങ് ആണ്, 4ഉം ലീവിങ് ആണ്. അപ്പോൾ ഇത് എന്തായാലും എൻട്രിങ് ആയല്ലേ പറ്റൂ. സോ കൺസിഡർ ഇറ്റ് ആസ് IZ. അപ്പോൾ -2 -4 പ്ലസ് IZ is equal to 0. എന്തുകൊണ്ടാണ് പ്ലസ് IZ ആയത്? ആ കറണ്ട് എൻട്രിങ് കറണ്ട് ആണ്. സോ IZ is equal to എന്ത് വരും? -2 -4 -6 ഇപ്പുറം പോകുന്ന സമയത്ത് എന്ത് കിട്ടും? 6 ആംപിയർ. സോ 6 ആംപിയർ ഈസ് ദ കറണ്ട് IZ. അപ്പോൾ കറക്റ്റ് പൊളാരിറ്റിയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് പോസിറ്റീവ് കറണ്ട് കിട്ടിയത്. സോ IZ കിട്ടി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് നടക്കുന്ന നോഡ് ഏതാണ്? നോഡ് 4. നോഡ് 4 സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? Iന്റെ വാല്യൂ കിട്ടുള്ളൂ. ഇപ്പം നോഡ് 4ൽ എല്ലാ കറണ്ട്സും കിട്ടിയോ? 5 ആംപിയർ, 6 ആംപിയർ, I. റെഡി ആണല്ലോ. ഇപ്പം നോഡ് 4ലെ KCL എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ. 6 ആംപിയർ എന്ത് കറണ്ടാ? ലീവിങ് കറണ്ട്. സോ -6. 5 ആംപിയർ എന്ത് കറണ്ടാ? എൻട്രിങ് കറണ്ട് അല്ലേ? ഈ നോഡിലേക്കല്ലേ വരുന്നത്? 4 എന്ന് പറയുന്ന നോഡിലേക്കല്ലേ 5 ആംപിയർ വരുന്നത്? സോ കൺസിഡർ ഇറ്റ് ആസ് +5. സോ -6 +5. I എന്ന് പറയുന്നത് എന്ത് കറണ്ടാ? I എന്ന് പറയുന്നത് എൻട്രിങ് കറണ്ട് ആണ്. സോ കൺസിഡർ എൻട്രിങ് കറണ്ട് ആസ് പോസിറ്റീവ്. സോ +I is equal to 0. 5 - 6 എത്രയാ? -1. -1 അപ്പുറം പോകുന്ന സമയത്ത് എന്താവും? +1. സോ I വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആംപിയർ. സോ I വാല്യൂ അവർ കൊടുത്തിരിക്കുന്ന പൊളാരിറ്റിയും കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? പോസിറ്റീവ് കറണ്ട്സ് കിട്ടിയത്. അപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ 4 നോഡുകളുണ്ട്. ഈ 4 നോഡുകളിലും നമ്മൾ എന്ത് ചെയ്തു? KCL അപ്ലൈ ചെയ്തു. പ്രശ്നം ഒന്നും പറയാനില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോഡ് കൺസിഡർ ചെയ്യുക. 2 ആംപിയർ വരുന്നു. 1 ആംപിയർ പുറത്തേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 ആംപിയർ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഇത് കിട്ടി. 1 ആംപിയർ ഇങ്ങോട്ട് വരുന്നു. 3 ആംപിയർ പുറത്തോട്ട് പോകുന്നു. 1 ആംപിയറിനെ കൊണ്ട് 3 ആംപിയറിനെ പുറത്തോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല. അപ്പോൾ 1 ആംപിയറിന്റെ കൂടെ ആരും കൂടെ വരേണ്ടി വരും? 2 ആംപിയർ വരേണ്ടി വരും. സോ ദിസ് ഈസ് 2 ആംപിയർ. 2 ആംപിയർ പുറത്തോട്ട് വരുന്നു, 4 ആംപിയർ പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഈ ബ്രാഞ്ച് കൂടെ എത്ര വരുന്നുണ്ടാവണം? 6 ആംപിയർ വരുന്നുണ്ടാവണം. സോ 6 ആംപിയർ. 6 ആംപിയർ ഇങ്ങോട്ട് വരുന്നു, 5 ആംപിയർ ഇങ്ങോട്ട് വരുന്നു. 6 ആംപിയർ 5 ആംപിയറിന് മാത്രമായിട്ട് 6 ആംപിയറിനെ പറഞ്ഞു വിടാൻ പറ്റില്ല. 1 ആംപിയർ ഇവിടുന്ന് വരണം. അപ്പോൾ 1 + 5 = 6. കണ്ടോ?
വെറുതെ നമ്മൾ ഇതൊന്ന് KCL എക്സ്പ്രഷൻ ചെയ്യുന്നത് KCL തന്നെയാണ്, പക്ഷെ എക്സ്പ്രഷൻ ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. മനക്കടക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത്രയും KCL എക്സ്പ്രഷൻ നമ്മൾ എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ KCL ഫസ്റ്റ് പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പ്രോബ്ലംസ് നമ്മൾ കൺവെൻഷണൽ രീതിയിൽ തന്നെ എഴുതി കൂട്ടിയത്. സോ നമുക്ക് ഐൻ്റെ വാല്യൂ എത്ര കിട്ടും? I വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് കിട്ടും. ഇതേപോലെ ഡിഫറെൻറ്റ് കറൻസ് തന്നതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വോൾട്ടേജസ് ഉള്ള സർക്യൂട്ട് തരും. ഈ വോൾട്ടേജസിൻ്റെ അകത്ത് ഒരു വോൾട്ടേജ് അൺനോൺ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് അൺനോൺ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം അതാണ്. ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് E എന്ന് പറയുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ കാണണം. പക്ഷേ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ഷേപ്പിലല്ല, ഒരു പ്രത്യേക ഷേപ്പിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് വോൾട്ടേജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താ? KVL ആണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ക്ലോസ്ഡ് പാത്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ക്ലോസ്ഡ് പാത്ത് കിട്ടണം. ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് എന്താ? സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാസ്ക് എന്നാണ്, നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കണം. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു അന്തവും കുന്തവും നിങ്ങൾക്ക് കാണില്ല. കാരണം എല്ലായിടത്തും വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, എവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ കുറച്ച് നോഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട്. ഈ നോഡിലൊക്കെ ഒരു വോൾട്ടേജ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു നോഡിൽ ഒരു വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഇതൊരു നോഡാണെന്ന് വിചാരിക്കുക, ഈ നോഡിൽ 10 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥം ആ നോഡിൽ ഒരു 10 വോൾട്ടിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഒരു നോഡിൽ 0 വോൾട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നോഡ് എന്ന് പറയുന്നത് എന്താണ്? ആ നോഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് നോഡാണ് എന്നർത്ഥം. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് പ്രകാരം ഇവിടെ 0 വോൾട്ട് നോഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രൗണ്ടാണ് അല്ലേ? ഈ നോഡിൽ ഒരു 10 വോൾട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ വോൾട്ടിൽ ഒരു +10 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എവിടെയാണ്? ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഒരു പ്ലസ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടിൽ. ഒരു സർക്യൂട്ടിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കോമൺ ഗ്രൗണ്ട് ആയിരിക്കുമല്ലോ, ഒറ്റ ഗ്രൗണ്ട് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട്. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? ദീസ് 2 ആർ ഇന്റർ കണക്റ്റഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് നമുക്കൊരു ക്ലോസ്ഡ് പാത്ത് കിട്ടിയില്ലേ? സോ ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത്. ഇങ്ങനെയാണ് നമ്മൾ ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കിയെടുക്കുക. ആക്ച്വലി അവിടെ ക്ലോസ്ഡ് പാത്ത് ഉണ്ട്, പക്ഷേ സാധാരണ നിങ്ങളുടെ സർക്യൂട്ടിൽ വരയ്ക്കുന്ന പ്രകാരം ഇങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ള സർക്യൂട്ട്സ്. ഇങ്ങനെയാണ് സർക്യൂട്ട്സ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 10 വോൾട്ട് എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വരയ്ക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഒരു റെസിസ്റ്റർ വരയ്ക്കാം. ആ റെസിസ്റ്ററിൻ്റെ അറ്റത്ത് എന്ത് വരയ്ക്കാം? 10 വോൾട്ട് എന്ന് എഴുതാം. അതിനർത്ഥം എന്താ? ഇതിന് അക്രോസ് ഒരു 10 വോൾട്ട് +10 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ഗ്രൗണ്ടഡ് ആണ് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ റെസിസ്റ്റർ വരയ്ക്കാം. ഈ റെസിസ്റ്ററിൻ്റെ അറ്റത്ത് നമുക്ക് എന്ത് ചെയ്യാം? 0 വോൾട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്ത സർക്യൂട്ടാണത്. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്നും റീഡ്രോ ചെയ്ത് വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട്, ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഈ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാക്കി. ഏതാണ് ആ ക്ലോസ്ഡ് പാത്ത്? ഈ ക്ലോസ്ഡ് പാത്തിനെ എടുക്കുന്നു, ഇയാളെ എടുക്കുന്നു, ഇയാളെ ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ 10 വോൾട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനറ്റത്ത് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു +10 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ മറ്റേ അറ്റം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. സോ ഇവിടെയും ഗ്രൗണ്ട്, ഇവിടെയും ഗ്രൗണ്ട്. സോ ദീസ് ആർ കോമൺ പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ എന്ത് കിട്ടും? ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടും. ആ ക്ലോസ്ഡ് പാത്തിൽ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? KVL അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ സർക്യൂട്ടിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോസ്ഡ് പാത്തുള്ള ഒരു സർക്യൂട്ട് മാത്രം കൺസിഡർ ചെയ്യാം. അതായത് ക്ലോസ്ഡ് പാത്തിൽ E എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്. പിന്നെ ആ ക്ലോസ്ഡ് പാത്തിൽ എന്താ ഉള്ളത്? ഇവിടെ ഒരു -+ന്റെ ഒരു 1 വോൾട്ട് ഉണ്ട്, -+ന്റെ ഒരു 1 വോൾട്ട് ഉണ്ട്. പിന്നെ അതിനുശേഷം നേരെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഇനി ഈൻ്റെ ഈ അറ്റത്ത് ഒരു +-5 വോൾട്ട് ഉണ്ട്. സോ +-5 വോൾട്ട് ഉണ്ട്. ഇതിൻ്റെ അവസാനം +-10 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്തുണ്ട്? +-10 വോൾട്ട് ഉണ്ട്. ഇനി ഇതിൻ്റെ എൻഡും ഈ 1 വോൾട്ടിൻ്റെ എൻഡും ഗ്രൗണ്ട് ആണ് അല്ലേ? 1 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. അതേപോലെ തന്നെ 10 വോൾട്ടിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതിനെ ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം, കോമൺ ടെർമിനൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്ലോസ്ഡ് സർക്യൂട്ട്.
ക്ലോസ്ഡ് സർക്യൂട്ട് കിട്ടിയില്ലേ? എനിക്ക് KVL അപ്ലൈ ചെയ്യാലോ. ഒന്ന് KVL അപ്ലൈ ചെയ്തേ. പറഞ്ഞ ഏതൊക്കെ വോൾട്ടേജസ് ആണ് വരുന്നത്? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൈനസ് പ്ലസ് ഇ. മൈനസ് പ്ലസിനെ ഞാൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? പ്ലസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ പ്ലസ് ഇ. നെക്സ്റ്റ് വരുന്ന വോൾട്ടേജ് എന്താ? മൈനസ് പ്ലസ് 1 വോൾട്ട്. മൈനസ് പ്ലസിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? പ്ലസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ പ്ലസ് 1 വോൾട്ട്. നെക്സ്റ്റ് മൈനസ് പ്ലസ് 10 വോൾട്ട്. അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യാം? പ്ലസ് 10 വോൾട്ട്. നെക്സ്റ്റ് എന്ത് വരും? മൈനസ് പ്ലസ് 5 വോൾട്ട്. അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യണം? പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. എല്ലാ വോൾട്ടേജസുമായി ഓൾജിബ്രായിക് സം എടുത്തു. എവിടെയും തെറ്റില്ലല്ലോ. മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. സോ ഈ പ്ലസ് 1 പ്ലസ് 10 എത്രയാ? 11. 11 പ്ലസ് 5 എത്രയാ? 16. സോ ഈ പ്ലസ് 16 ഈക്വൽ ടു 0. സോ ഇ ഈസ് ഈക്വൽ ടു മൈനസ് 16 വോൾട്ട്. അപ്പോൾ ഇന്റെ വാല്യൂ എത്രയാ? മൈനസ് 16. അപ്പോൾ ശരിക്കും കറക്റ്റ് പൊളാരിറ്റിയിൽ ഈ വോൾട്ടേജ് എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആയിട്ട് ഒരു 16 വോൾട്ട് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മുടെ വിഷയമല്ല. നമ്മളോട് ഇന്റെ വാല്യൂ ചോദിച്ചു. നമുക്ക് ഇന്റെ വാല്യൂ എത്രയായിട്ട്? മൈനസ് 16 വോൾട്ട് കിട്ടി. ഇതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള V1 V2 എന്ന് പറയുന്ന 2 അൺനോൺ വോൾട്ടേജസും കൂടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാം. V1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ നോഡിൽ V1 കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ നോഡ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ പ്ലസ്സിൽ V1ന്റെ പ്ലസ് ആ നോഡിലും V1ന്റെ നെഗറ്റീവ് ഗ്രൗണ്ടിലും. നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് പിന്നെ അടുത്ത് വരുന്ന ഇവിടെ ഒരു 10 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 10 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അറ്റത്തൊരു പ്ലസ് 10ഉം നെഗറ്റീവ് ഗ്രൗണ്ടിലേക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്രൗണ്ട് കിട്ടി, ഇവിടെ ഒരു ഗ്രൗണ്ട് കിട്ടി. ഗ്രൗണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ കൂടെ ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടും. അതായത് V1 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മൈനസ് പ്ലസ് 4 വോൾട്ട് ഉണ്ട് അല്ലേ? മൈനസ് പ്ലസ് 4 വോൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് മൈനസ് 5 വോൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് മൈനസ് 10 വോൾട്ട് ഉണ്ട്. 10 വോൾട്ടിന്റെ നെഗറ്റീവ് ഗ്രൗണ്ടിൽ. സോ ദിസ് ഈസ് ദ സർക്യൂട്ട്. ഇത് അൺനോൺ ആയിട്ട് നോക്കിയേ V1 മാത്രമല്ലേ ഉള്ളൂ. അതിലൊന്ന് KVL എക്സ്പ്രഷൻ പറഞ്ഞു നോക്കിയേ. V1 മൈനസ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് V1, മൈനസ് പ്ലസ് 4 വോൾട്ട് പ്ലസ് 4 വോൾട്ട്, പ്ലസ് മൈനസ് 5 വോൾട്ട് മൈനസ് എടുക്കുക, പ്ലസ് മൈനസ് 10 വോൾട്ട് മൈനസ് എടുക്കുക, ഈക്വൽ ടു 0. എന്ത് വരും? മൈനസ് 10 മൈനസ് 5 മൈനസ് 15, മൈനസ് 15 പ്ലസ് 4 മൈനസ് 11. സോ V1 ഈസ് ഈക്വൽ ടു 11 വോൾട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? V2 കണ്ടുപിടിക്കാം. V2 ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എങ്ങനെയാ? നിങ്ങൾക്ക് ഏത് ലൂപ്പ് വേണമെങ്കിലും എടുക്കാം. ഇതാ ഈ V1ന്റെ ഒരറ്റം ഗ്രൗണ്ട് ഉണ്ട്, V2ന്റെ ഒരറ്റവും ഗ്രൗണ്ട് ഉണ്ട്. ദിസ് ഈസ് V2, ദിസ് ഈസ് V1. കണ്ടോ? അപ്പൊ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു ഗ്രൗണ്ട് കൺസിഡർ ചെയ്താൽ V1 ഈസ് നോൺ. ബാക്കി കണ്ടുപിടിച്ചു, ബാക്കി V2 മാത്രം അൺനോൺ. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് KVL. ഓക്കെ, KVL അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അസ്യൂമിങ് ഐഡിയൽ എലിമെന്റ്സ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ, ദ വോൾട്ടേജ് VAB വിൽ ബി. ഒരു ചെറിയൊരു സർക്യൂട്ട്, കുട്ടി സർക്യൂട്ട്, അതിൻ്റെ അകത്ത് ഒരു വോൾട്ടേജ് അൺനോൺ ആണ്. ആ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? സോഴ്സസ് ഉണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നിങ്ങൾക്ക് കാണാം. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്കറിയില്ല, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അറിയില്ല. ഈ വോൾട്ടേജ് നമുക്കറിയാം. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വോൾട്ടേജ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും ഇതും വെച്ചിട്ട് KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? VAB കിട്ടും. അപ്പോൾ നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് റെസിസ്റ്റർ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഒരു പാസീവ് കമ്പോണൻസിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഓംസ് ലോ. KVLും KCLും കൂട്ടത്തിൽ ഓംസ് ലോയും കൂടെ ചേരുന്ന സമയത്താണ് സർക്യൂട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സോ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R, ദാറ്റ് ഈസ് ഓംസ് ലോ. അപ്പോൾ ഇതിന് അക്രോസ് പോകുന്ന കറണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ റെസിസ്റ്റൻസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജ് കിട്ടും. 1 ആംപിയർ കറണ്ട് സോഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 1 ആംപിയർ കറണ്ട് സോഴ്സ് എത്ര കറണ്ട് പറഞ്ഞുവിടും? 1 ആംപിയർ പറഞ്ഞുവിടും. ആ 1 ആംപിയർ ഇവിടുന്ന് പുറത്തോട്ട് പോകും. അതേ 1 ആംപിയർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. അതേ 1 ആംപിയർ 2 ഓമിൽ കൂടെ പോകും. അതേ 1 ആംപിയർ ഇതിൽ കൂടെ പോകും. സംശയമില്ലല്ലോ. അപ്പോൾ 1 ആംപിയർ 2 ഓമിൽ കൂടെ കറണ്ട് കടത്തി വിടുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു 1 ആംപിയർ കറണ്ട് ഇൻറ്റു 2 ഓം റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 2 വോൾട്ട്. ഇനിയത്തെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞു,
KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് പൊളാരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. വോൾട്ടേജ് പൊളാരിറ്റി തരണം. പൊളാരിറ്റി തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊളാരിറ്റി കണ്ടുപിടിക്കണം. എങ്ങനെ പൊളാരിറ്റി കണ്ടുപിടിക്കാം? അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോഴ്സസ് പ്രസന്റ് ആയിട്ടുള്ള സർക്യൂട്ടിലാണെങ്കിൽ പാസീവ് എലിമെന്റ്സിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ +2 - ആയിരിക്കും. അപ്പോൾ നമുക്ക് പൊളാരിറ്റി എങ്ങനെ ഇടാം? ഇതല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, +2 - അപ്പോൾ ഇതിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. എത്ര വോൾട്ടാ? 2 വോൾട്ട്. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട് ഒന്ന് നോക്കിയേ. ആ സർക്യൂട്ടിൽ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഈ കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് +-VAB. എന്തുകൊണ്ടാണ് ഞാൻ +-VAB എന്ന് എടുക്കുന്നത് ഇപ്പം? കാരണം അവർ തന്നിട്ടുണ്ട് +-VAB ആണ്. ചിലപ്പോൾ അത് തെറ്റായിരിക്കും. അത് നമുക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. +-VAB. പിന്നെയുള്ളത് റെസിസ്റ്റർ ആണ്. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്ര വോൾട്ടാ? 2 വോൾട്ട്. +-2 വോൾട്ട്. പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊളാരിറ്റി ഇത് പ്രകാരം ദാറ്റ് ഈസ് -+5 വോൾട്ട്. ഇതാണ് നമ്മളെ കംപ്ലീറ്റ് സർക്യൂട്ട്. ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ അകത്ത് ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? KVL അപ്ലൈ ചെയ്യാം. സോ അപ്ലൈയിങ് KVL അക്രോസ് ദ സർക്യൂട്ട്. ഒന്ന് പറഞ്ഞേ, KVL അപ്ലൈ ചെയ്ത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? VAB തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മൈനസ് ആണ് VAB. -നെ ഞാൻ എന്തായിട്ട് എടുക്കാറ്? പ്ലസ് ആയിട്ട് എടുക്കാറ്. സോ +VAB. +-2 വോൾട്ട്. +-2 വോൾട്ടിന് എന്തായിട്ട് എടുക്കാം? -2 വോൾട്ട്. -+5 വോൾട്ട് എന്തായിട്ട് എടുക്കാം? +5 വോൾട്ട് ഈക്വൽ ടു 0. സോ VAB -2 + 3 -2 + 5 എത്രയാ? +3. VAB +3 is equal to 0. So VAB is equal to -3 volt. ഓക്കെ. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് -3 വോൾട്ട്. അപ്പോൾ പൊളാരിറ്റി എങ്ങനെയാ പൊളാരിറ്റി കിടക്കുന്നത്? ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിട്ടാണ് പൊളാരിറ്റി കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? KVL അപ്ലൈ ചെയ്തിട്ട് നമ്മളോട് അവന്റെ പൊളാരിറ്റി തിരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് VABയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാ. VAB വാല്യൂ ചെയ്തപ്പോൾ -3 വോൾട്ട്. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ എന്തുണ്ടാവും? -3 വോൾട്ട് ഉണ്ടാവും. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതായത് അതും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? നമ്മൾ 2 ലോ ആണ് പഠിച്ചത്. കിർച്ചോഫ് കറണ്ട് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും. അതിൽ കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത് കറണ്ട് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. എത്ര ചാർജ് വരുന്നോ അത്രയും ചാർജ് പോകുന്നു. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണല്ലോ കറണ്ട്. അപ്പോൾ ആക്ച്വലി KCL എന്ന് പറയുന്നത് തരുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. സിമിലർലി KVL എക്സ്പ്ലെയിൻസ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. Okay, KCL explains conservation of charge, KVL explains conservation of energy. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? Which one of the following is based on the principle of conservation of electric charge? ഇലക്ട്രിക് ചാർജിനെ ബേസ് ചെയ്ത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഏതാ? കിർച്ചോഫ് കറണ്ട് ലോ. ഓക്കെ, സിമ്പിൾ. ആ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അസേഷനും റീസണും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ്: കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഓൾജിബ്രൈക് സം ഓഫ് ഓൾ വോൾട്ടേജസ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്തിന്റെ നെറ്റ്വർക്ക് ഈസ് 0. KVL എന്താ പറയുന്നത്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വോൾട്ടേജസിന്റെ ഓൾജിബ്രൈക് സം 0 ആയിരിക്കും. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ പഠിച്ചതാണ് അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഈസ് ദ ബേസിസ് ഓഫ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഓക്കെ, എന്താ സെക്കൻഡ് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഈസ് ദ ബേസിസ് ഓഫ് കിർച്ചോഫ് വോൾട്ടേജ് ലോ. ആണോ? അല്ലല്ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് KCL ആണ് അല്ലേ? KCL ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് KVL. അപ്പോൾ ബോത്ത് A and R ആർ ട്രൂ അല്ലല്ലോ. അസേഷനും റീസണും ട്രൂ അല്ലല്ലോ. അസേഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. സോ A ഈസ് ട്രൂ ബട്ട് R ഈസ് ഫോൾസ്. ഓപ്ഷൻ C ഈസ് ദ ആൻസർ. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കൺസർവേഷൻ ഓഫ് ചാർജും കൺസർവേഷൻ ഓഫ് എനർജിയും ഇമ്പോർട്ടൻ്റ് ആണ്. KCL എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജ്, KVL എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് എനർജി.
സോ ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി വാട്സാപ്പ് വഴി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.